നിസ്സാരനായി തള്ളിക്കളയേണ്ട ആളല്ല ഇയാൾ. ഇയാളുടെ കണ്ണുകൾ പോകുന്നത് അമ്മുവിലേക്കാ. ശാസ്ത്രികളൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ഈ കല്യാണവുമായി മുന്നോട്ട് പോകരുതെന്നേ ഞാൻ പറയൂ. ശാസ്ത്രികളോടുള്ള ബഹുമാനം വിടാതെ തന്നെ പറയട്ടെ, നിങ്ങൾ മുഹൂർത്തം കണ്ടാലും ഇല്ലെങ്കിലും സ്വാതിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. അതിനെ വീട്ടിലുള്ളവരെ തടസ്സം നിന്നാൽ പോലും ഞാൻ ആർക്കും വഴങ്ങി കൊടുക്കില്ല. ഞങ്ങളുടെ വിവാഹം നടന്നാൽ ഞാൻ മരിച്ചു പോകുമെന്നാണ് ജ്യോതിഷ വിധിയെങ്കിൽ പോലും അതിന് ഞാൻ തയ്യാറാ. മനസ്സുകൊണ്ട് എന്നേ ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞു. ഇനി വീട്ടുകാരെയും നാട്ടുകാരെയും ബോധ്യപ്പെടുത്താൻ ഒരു ചടങ്ങ്, അത്രമാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വിവാഹത്തിന്റെ പ്രസക്തി. ശാസ്ത്രികൾ കേട്ടില്ലേ സഞ്ജു പറഞ്ഞത്? സ്നേഹിക്കുന്നവരെ ഒന്ന് ചേർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളൊക്കെ ഉപാസിക്കുന്ന ദേവതകൾക്ക് എന്ത് ശക്തിയാ ഉള്ളത്? ശാസ്ത്രികൾ പരിഹാരം ഉണ്ടോ നോക്കൂ. കുട്ടികളെ പിന്തിരിപ്പിക്കാൻ ദൈവത്തിന് പോലും കഴിയില്ല. ഒരു വഴി ഒന്നും കാണുന്നില്ലെങ്കിൽ നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. ഇനി തീയതി മുഹൂർത്തം ഒന്നും ഞാൻ നോക്കുന്നില്ല. നാളെ തന്നെ കുടുംബക്ഷേത്രത്തിൽ വെച്ചൊരു താലികെട്ട്. ശ്രീദേവിക്ക് അതിൽ സമ്മതക്കുറവൊന്നുമില്ലല്ലോ? അത് പ്രഭേ, അമ്മയ്ക്ക് സമ്മതം. എന്നാ ശാസ്ത്രികളെ ഞങ്ങൾ ആ വഴിക്ക് പൊയ്ക്കോട്ടെ. എന്റെ പിതാവ് മുതലേ ഈ കുടുംബവുമായി ബന്ധമുള്ള ഒരാളാണ് ഞാൻ. പല ദുരന്തങ്ങളും വന്നു ചേരുമെന്ന് ഞാൻ പറഞ്ഞപ്പോഴൊക്കെ അത് സംഭവിച്ചിട്ടുണ്ട്. ഇതുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ വേദനയോടെ എനിക്കത് തന്നെ പറയേണ്ടി വരും. ദേവീ കടാക്ഷമൊന്നുകൊണ്ടാ ഈ കുട്ടി പോലും പ്രാണൻ നഷ്ടപ്പെടാതെ ഇപ്പോഴും ജീവിക്കുന്നത്. താലികെട്ട് നടന്നാൽ ഇപ്പോഴുള്ള ദേവീ കടാക്ഷം ഇല്ലാതാവും. ഒന്നിനു പിറകെ ഒന്നായി ദുരന്തങ്ങൾ വന്നു ചേരും. ശാസ്ത്രികളെ ഞങ്ങളൊക്കെ സാധാരണക്കാരായ മനുഷ്യരാ. എന്താ ശരിക്കുള്ള പ്രശ്നമെന്ന് അങ്ങ് തന്നെ ഒന്ന് പറഞ്ഞു തരൂ. പാപം തന്നെയാണ് നിങ്ങളെ വരിഞ്ഞു ചുറ്റിയിരിക്കുന്നത്. നിശ്ചയമായും ഈ വിവാഹം നടന്നാൽ മുകുന്ദന്റെ വിധി എന്നെ മകനുണ്ടാവും. ഞാനത് സ്വീകരിക്കാന്ന് പറഞ്ഞല്ലേ? ശാസ്ത്രികൾ ഒന്ന് നോക്കൂ. അങ്ങനെ ഒരു വിധി എനിക്ക് താങ്ങാനാവില്ല. എന്നെ കൈവിടരുത്. ഞങ്ങളുടെ അവസാനത്തെ ആശ്രയമാ ശാസ്ത്രികൾ. ഒന്ന് നോക്കൂ, പരിഹാരം ഉണ്ടാവും. ദേവി എന്റെ മനസ്സിലിരുന്നത് പറയുന്നുണ്ട്. പരിഹാരക്രിയുണ്ട് ശാസ്ത്രികളെ. ശാസ്ത്രികളെ, എന്നോട് ക്ഷമിക്കണേ. എന്റെ മുത്തശ്ശിന്ന് കേട്ട അറിവ് വെച്ച് ഒരു കാര്യം പറയാൻ എനിക്ക് അനുവാദം തരാവോ? കുട്ടി പറഞ്ഞോളൂ. എന്റെ ചേച്ചിയുടെ കഴുത്തിൽ അദ്ദേഹം താലി കെട്ടിയാലുള്ള മരണഭീതിയല്ലേ അങ്ങ് പറഞ്ഞത്? അതെ. ഏത് മരണഭീതിയെയും മറികടക്കാൻ ഒരു ശക്തിയില്ലേ? ശ്രീ പരമേശ്വരൻ. മാർക്കണ്ഡേയന്റെ ജീവൻ കാലനിൽ നിന്ന് രക്ഷിച്ച സർവേശ്വരൻ ശിവഭഗവാൻ എന്റെ ചേച്ചിയുടെ ആളിന്റെ ജീവനും തുണയാവില്ലേ? കുട്ടി, നിന്നെ കൊണ്ടിത് പറയിപ്പിച്ചത് സാക്ഷാൽ പെരുവണ്ണാപുരത്തമ്മയാ. എന്നെ നിശബ്ദനാക്കിയിരുത്തിയത് ദൈവനിമിത്തവും.
ഭഗവാൻ ശിവൻ സർവസംഹാരമൂർത്തി തന്നെ അഭയം. മാണിക്കൽ മഹാദേവ ക്ഷേത്രം മാർക്കണ്ഡേയന് ജീവൻ നൽകിയ ശിവഭാവമുള്ള ദേവാലയമാണത്. അവിടുത്തെ ശിവദർശനം തന്നെയാണ് ഈ മരണഭീതിക്ക് പരിഹാരമായി കാണുന്നത്. നാളെ അതിരാവിലെ തന്നെ പുറപ്പെടുക. 1.5 മണിക്കൂർ യാത്ര വേണ്ടി വരും. പോകുന്നവര് 2 പേര് മാത്രം മതി. പണിക്കരുടെ കൊച്ചുമോനും കൊച്ചുമോളും. ഈ ശാരീരികാവസ്ഥയിൽ കുട്ടിക്ക് യാത്ര ചെയ്യാനും അവിടുത്തെ പൂജകളിൽ പങ്കെടുക്കാനുമാകില്ല. പകരം അനിയത്തി കുട്ടി പോകട്ടെ. അത് നല്ല തീരുമാന ശാസ്ത്രികളെ. ചേച്ചിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ അനിയത്തിക്ക് മാത്രമേ ചേച്ചിയുടെ ജീവൻ തിരിച്ചു പിടിക്കാനും സാധിക്കൂ. എന്താ പ്രവേട്ട, അങ്ങനെയല്ലേ? ശരി, അവര് പോയിട്ട് വരട്ടെ. ശാസ്ത്രികളൊന്നും കാണാതെ പറയില്ലെന്നറിയാം. എന്താ ശാസ്ത്രികളെ അവിടുത്തെ പൂജ? ഇവര് 2 പേരും അവിടെ ചെന്നാൽ മതി. എല്ലാ വിവരങ്ങളും ഞാൻ അവിടുത്തെ മേൽശാന്തി രുദ്രൻ തിരുമേനിയെ വിളിച്ച് പറഞ്ഞോളാം. മടങ്ങിപ്പോയി 2 പേരുടെയും ഗ്രഹനിലകൾ വെച്ച് വിശദമായി പരിശോധിച്ച് ഒരു ചാർട്ട് ഞാൻ രുദ്രൻ തിരുമേനിക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ അനുഷ്ഠിക്കേണ്ടതെല്ലാം അതിലുണ്ടാവും. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്കുള്ള പരിഹാരക്രിയകളാവും അവിടെ നടക്കുക. അത് ഉദ്ദേശിച്ച രീതിയിൽ പൂർത്തിയായാൽ പിന്നെ പ്രതിബന്ധങ്ങളൊന്നുമില്ലാതെ നമുക്ക് വിവാഹത്തിലേക്ക് കടക്കാം. കൊച്ചുമോനെ മഹാദേവൻ കാത്തുകൊള്ളും. ഇനി കാപ്പി കഴിക്കാം. ഒന്നും ഇപ്പൊ വേണ്ട. ആദ്യം ശിവഭഗവാനെ തൃപ്തിയാക്കിയ ശേഷം കുട്ടികൾ മടങ്ങി വരട്ടെ. അത് കഴിഞ്ഞു മതി എനിക്ക് ദക്ഷിണ പോലും. ആ കുട്ടി ഒന്ന് പുറത്തേക്ക് വരും. ചെല്ലമ്മു, അമ്മു അതിന് പരിഹാരം കണ്ടു. എല്ലാം ശാസ്ത്രികൾ അറിയുന്നുണ്ട്. കുട്ടിക്കറിയാമല്ലോ, സഞ്ജുവിന്റെ ജീവൻ കാത്തുരക്ഷിക്കുന്നതും മുറപ്പെണ്ണുമായുള്ള അവന്റെ വിവാഹത്തിന് തടസ്സം നിൽക്കുന്നതും കുട്ടിയുടെ കഴുത്തിൽ അവൻ കെട്ടിയ താലിയാണെന്ന്. എനിക്കറിയാം. ഒരു പരിഹാരമില്ലാതെ എല്ലാം ഇരുട്ടുമൂടിയ അവസ്ഥയിലായിരുന്നു ഞാൻ. അപ്പോഴാ കുട്ടിയിൽ നിന്ന് പുനർജന്മത്തിന്റെ ആ സത്യം പുറത്തു വന്നത്. മുത്തശ്ശിയിൽ നിന്ന് പറഞ്ഞു കേട്ട കഥ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. കുട്ടിയുടെ മുത്തശ്ശിയെ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് പെരുവണ്ണാപുരത്തെ ക്ഷേത്രത്തിൽ വെച്ചാ ഞാൻ കുട്ടിയെയും മുത്തശ്ശിയെയും ആദ്യമായി കാണുന്നത്. അതും ഒരു ദൈവനിമിത്തമാണെന്ന് അന്നേ ഞാൻ തിരിച്ചറിഞ്ഞതാ. ഇതെന്റെ പേരക്കുട്ടിയാ, ലക്ഷ്മി എന്നാ പേര്. ഇവളുടെ കല്യാണോ? ഓ, ആദ്യത്തെ കല്യാണക്കുറി ശാസ്ത്രികൾക്ക് തന്നെ തരിക. ഇതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ കുടുംബം രക്ഷിക്കാൻ ദേവീനിയോഗത്തിൽ വന്നതാണ് കുട്ടി.
പക്ഷേ വിധി മറ്റൊന്നാണ് കരുതി വെച്ചത്. പാടില്ലെന്ന് പറഞ്ഞാലും സഞ്ജു മുറപ്പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടും. എന്റെ സന്തോഷവും അതാണ് ശാസ്ത്രികളെ. അവരൊന്നിച്ച് ജീവിക്കണം. അതിന് പ്രാണത്യാഗം ചെയ്യാൻ പോലും ഞാൻ തയ്യാറാ. ശിവപ്രീതി വരുത്തി കുട്ടി നിയോഗം പൂർത്തിയാക്കി ഒഴിഞ്ഞു കൊടുക്കുക. പ്രധാനമായും പ്രായശ്ചിത്തം എന്ന നിലയ്ക്ക് ചില കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. അതിൽ നിന്ന് സഞ്ജു ഒഴിഞ്ഞു മാറിയെന്നും വരാം. പക്ഷേ കുട്ടി അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ആ കർമ്മം നടന്നേ തീരൂ. ഞാനത് ചെയ്യിപ്പിക്കാം ശാസ്ത്രികളെ. അവരുടെ വിവാഹത്തിന് മുമ്പായി കുട്ടി എന്നെ ഒന്ന് കാണാൻ വരണം. ഞാൻ വരാം. മനസ്സിൽ നന്മയുള്ള കാലത്തോളം ദേവി കുട്ടിയെ കാത്തോളും. ശംഭോ മഹാദേവ. മോളെ, മല്ലികേന്റെ തിരിച്ചെത്തിയോ? ഒഴിച്ചുവിടാൻ പറ്റാത്തൊരാവശ്യം വന്നപ്പോഴല്ലേ മോളെ എനിക്ക് പോകേണ്ടി വന്നത്. ആ സമയത്ത് മോൾ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യുന്നു ഞാൻ അറിഞ്ഞോ? സന്തോഷത്തോടെ ഇവിടെ വന്ന് കയറിയപ്പോഴാണ് നമ്പീശൻ ഇത് പറഞ്ഞത്. മോള് മമ്മിയേക്കാൾ കൂടുതൽ കഴിഞ്ഞത് എന്റെ കൂടെയല്ലേ. മനസ്സിലടക്കാൻ കഴിയാത്ത സങ്കടം വന്നപ്പോ എന്നെ ഒന്ന് വിളിക്കായിരുന്നില്ലേ? എങ്കിൽ മോൾ ഇത് ചെയ്യില്ലായിരുന്നു. ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുക്കുന്നവര് ആ സമയം ആരെങ്കിലും വിളിച്ച അതിൽ നിന്ന് പിന്തിരിയോന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. തനിച്ചായി പോയെന്ന് തോന്നുമ്പോഴല്ലേ ഒരാൾ അതിനെ ശ്രമിക്കുന്നത്. പിന്നെ ആരെ വിളിക്കാൻ? അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആമല്ലേ ആന്റി. അതനുഭവിച്ച് തന്നെ അറിയണം. മമ്മിക്ക് ആ നോവ് അറിയാം മോളെ. ഒരു പെണ്ണിന് അത്ര പെട്ടെന്നൊന്നും ഒരാളെ സ്നേഹിക്കാനാവില്ല. പക്ഷേ സ്നേഹിച്ചു പോയാ ജീവൻ പോലും അയാൾക്ക് വേണ്ടി ബലി കൊടുത്തു പോവും. സ്വാതി വരുന്നതിന് മുൻപ് ഞാനും സഞ്ജുവും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. സഞ്ജുവിന്റെ ബൈക്കിന്റെ പിന്നിലിരുന്ന് ഞാൻ എത്രയോ വട്ടം ബാംഗ്ലൂർ സിറ്റി ചുറ്റിയിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പിൽ കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല. സഞ്ജുവിന്റെ ഫ്രണ്ട്സ് അവധി ദിനങ്ങളിൽ പബ്ബുകളിൽ പോകുമ്പോഴാണ് ഞങ്ങൾ ഡ്രൈവിന് പോവാറ്. ഞങ്ങൾ 5-6 പേര് അങ്ങനെ ഹോളിഡേ എൻജോയ് ചെയ്തിരുന്നേ. സഞ്ജു എന്നെ സംസാരത്തിനിടയിലെ ചിലപ്പോഴൊക്കെ തമാശ പോലെ എന്താടെ കണ്ണാന്ന് വിളിക്കാറുണ്ട്. അത് സഞ്ജുവിന്റെ ഒരു ശൈലിയാണെന്ന് അറിയാമായിരുന്നിട്ടും കണ്ണ എന്നാ വിളിക്ക് എന്റേത് മാത്രമായ നിമിഷങ്ങളിൽ മനസ്സിൽ വന്ന് തഴുകാൻ തുടങ്ങി. അറിയാതെ ഞാൻ സഞ്ജുവിനെ സ്നേഹിക്കാൻ തുടങ്ങി. ഇഷ്ടം ഒരാളോട് പറയാതെ അയാളുടെ പെരുമാറ്റവും സാമീപ്യവും ആസ്വദിക്കുന്നത് വല്ലാത്തൊരനുഭൂതിയാ. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്കുള്ള ഒന്നിച്ചുള്ള യാത്രയിലാണെന്ന് തോന്നുന്നു സ്വാതി സഞ്ജുവും അടുത്ത് തുടങ്ങിയത്. അവര് രണ്ടുപേരും ഒരേ സിറ്റിയിൽ നിന്ന് വരുന്നവര്. ഫ്രണ്ട്സിൽ നിന്നും അതറിഞ്ഞ ഞാൻ എന്റെ ഇഷ്ടം സഞ്ജുവിനോട് പറഞ്ഞു. നീ എന്നെ അങ്ങനെയാണോ കണ്ടതെന്ന് ഒറ്റ ചോദ്യത്തിൽ സഞ്ജു എന്നെ അവോയ്ഡ് ചെയ്ത് കളഞ്ഞു. ഞാൻ സഞ്ജുവിനോട് ഇഷ്ടം പറഞ്ഞത് ക്യാമ്പസ് മുഴുവൻ അറിഞ്ഞു. സഞ്ജു മെല്ലെ മെല്ലെ അകലം പാലിക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് വാശിയായി. ശരിക്കും പറഞ്ഞ അത് വാശിയൊന്നുമല്ല, സഞ്ജുവിനോടുള്ള അടക്കി നിർത്താൻ കഴിയാത്ത സ്നേഹം തന്നെയായിരുന്നു. ആ സ്നേഹത്തിലാ ഞാൻ ഇന്നും ജീവിക്കുന്നത്.
മതിൽ കെട്ടി നിർത്താൻ കഴിയുന്നതല്ല പ്രണയം. അത് തടയാൻ ശ്രമിക്കുന്നവര് സ്വാർത്ഥരാ. അവരുടെ സ്വാർത്ഥത പ്രണയം കൊതിക്കുന്ന മനസ്സിനെ ചവിട്ടി അരച്ചു കളയുകയാ ചെയ്യുന്നത്. എത്ര വലിയവന് തോറ്റിട്ടുള്ളത് സ്നേഹത്തിന്റെ മുന്നിലാ മോളെ. മമ്മി നിനക്ക് ഉറപ്പ് തന്നൂന്ന് നമ്പീശൻ പറഞ്ഞു. ആ ഉറപ്പ് പാലിക്കപ്പെടുന്നതാ. നിന്റെ മമ്മി വെറും വാക്ക് പറയാറില്ല. ഇപ്പോ സാഹചര്യങ്ങളെല്ലാം മോക്ക് അനുകൂലമാ. മംഗലശ്ശേരിയിലെ മരുമകൾ നീ തന്നെ ആയിരിക്കും. മല്ലികാന്റി വന്ന് കയറിയതല്ലേ ഉള്ളൂ, ചെന്ന് ഫ്രഷ് ആവും. ശരി മോളെ. മാഡം എല്ലാം കേട്ടതല്ലേ? മനസ്സിലായി. മല്ലിക കൂടുതൽ വിശദീകരിക്കണമെന്നില്ല. എന്റെ മോൾക്ക് എവിടെയാ വഴി പിഴച്ചു പോയതെന്ന ചിന്തയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇപ്പൊ എനിക്കത് മാറിക്കിട്ടി. വെറുതെയൊന്നുമല്ല അവൾ അവന് വേണ്ടി മരിക്കാൻ തയ്യാറായത്. കൂട്ടിക്കൊണ്ടുപോയി പ്രണയത്തിൽ കുരുക്കിയിട്ട് അവൻ മറ്റൊരുത്തിയുടെ പിന്നാലെ പോയി. അതിൽ ആശ്ചര്യപ്പെടാനില്ല. ഇനിയൊരു ഗൗരീനന്ദനം ഉണ്ടാകാൻ പാടില്ല. നീ ചെല്ല്. നിന്നെയും കൂട്ടിയുള്ള പൂജ കൊണ്ട് ശാസ്ത്രികൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയും മനസ്സിലായില്ലെന്ന് അഭിനയിക്കുകയാണോ? ഇപ്പൊ മുഹൂർത്തം നോക്കിയപ്പോ നിങ്ങളുടെ ആദ്യ വിവാഹമല്ലേ തടസ്സായി നിൽക്കുന്നത്? അത് തീർത്തേരാനുള്ള പൂജയായിരിക്കും. അത് എന്ത് പൂജയാന്നാ ചോദിച്ചത്? അത് ആ ക്ഷേത്രത്തിൽ പോയാലേ അറിയൂ. ശാസ്ത്രികൾ എന്തെങ്കിലും പറയുന്ന കേട്ട് ചാടി പുറപ്പെടാൻ കുറെ പേരും. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ വരാൻ തയ്യാറായത്? അത് പിന്നെ എങ്ങനെയാ? മുത്തശ്ശനും അമ്മയും മനസ്സമാധാനം തരുമോ? അവരുടെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയാ ഞാൻ ഇങ്ങനെ പലതിനും വേഷം കെട്ടി നിന്ന് കൊടുക്കുന്ന. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ശാസ്ത്രികളെ നിങ്ങൾക്ക് വിശ്വാസമില്ല അല്ലേ? അയാളെന്ന് മാത്രമല്ല, മനുഷ്യന്റെ ഭാവി പറയാൻ നടക്കുന്ന ആരെയും എനിക്ക് വിശ്വാസമില്ല. ആദ്യം അവരവരുടെ ഭാവി പറയട്ടെ. എങ്കിൽ നിങ്ങളുടെ താലികെട്ട് ഒരിക്കൽ കഴിഞ്ഞ കാര്യം ശാസ്ത്രികൾ പറഞ്ഞതോ? എന്താ മറുപടിയില്ലേ? ഞാനാ നിന്റെ കഴിച്ച് താലി കെട്ടിയെന്ന കാര്യം അയാൾക്കറിയാം. അന്ന് ആ ക്ഷേത്രത്തില് അയാളുണ്ടായിരുന്നിരിക്കും. ഇങ്ങനെ സംസാരിക്കുന്നവരോടെ എനിക്കൊന്നും പറയാനില്ല. ഇതുപോലൊരു പൂജയെന്നും പറഞ്ഞേ പെരുവണ്ണാപുരത്തേക്ക് 1 വർഷം മുമ്പ് ഒരു യാത്ര പോയതാ. അതിന്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല. അപ്പോഴാ വീണ്ടും അടുത്ത യാത്ര. ഈ പോക്ക് വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞോണ്ടല്ലേ പോകുന്നത്? അവിടെ ആരെങ്കിലും കാണുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അവിടെ എന്ത് നടക്കുന്നറിയാൻ ആ കവിതയെ പറ്റി പിന്നല്ല വരാതിരുന്നാ മതി. ഇനി മറ്റൊന്നും ചിന്തിക്കാതിരിക്കാം. ദേ, നമ്മുടെ ക്ഷേത്രത്തിൽ എത്താറായി. जटाटवीगलज्जलप्रवाहपावितस्थले गलेवलम्ब्यलम्बिताम्बुजङ्गतुङ्गमालिकामड्डमड्डमन्निनादवड्डमर्वयं चकारचण्डताण्डवं तनोतु शिव शिवं जटाकटाः सम्भ्रमभ्रमन्निलिम्पनिर्झरी विलोलवीचिवल्लरी विराजमानमूर्धनि धगद्धगद्धगज्ज्वलल्ललाटपट्टपावके किशोरचन्द्रशेखरे रतिप्रतिक्षणं मम धराधरेन्द्रनन्दिनी विलासबन्धुबन्धुर स्फुरद्दिगन्तसन्तति प्रमोदमानमानसे തിരുമേനി,
ഞങ്ങള് ശങ്കരശാസ്ത്രികൾ പറഞ്ഞ പ്രകാരം വന്നതാ. ഓ, അത് നിങ്ങളാണല്ലേ? ഞാൻ അന്വേഷിച്ചിരുന്നു. ശാസ്ത്രികൾ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇവിടെ വന്ന് തിരുമേനിയോട് പറഞ്ഞാൽ മാത്രം മതിയെന്നാ ശാസ്ത്രികൾ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്ത് പൂജയാണെന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യാം. അതെല്ലാം യഥാവിധി ദേവന്റെ മുന്നിൽ ഞാൻ ചെയ്തോളാം. നിങ്ങൾ ക്ഷേത്രം വക സ്റ്റാളിൽ നിന്ന് തുളസിയും കൂവളവും ചേർത്ത് കെട്ടിയ 2 മാലകൾ കൊണ്ടുവരണം. വാങ്ങിക്കൊണ്ട് വരാൻ തിരുമേനി. മാലകളുമായി 2 പേരും അർത്ഥപ്രദക്ഷിണം വെച്ച് നടയ്ക്ക് മുന്നിൽ വന്നു നിന്ന് പരസ്പരം മാലകൾ കഴുത്തിൽ ചാർത്തണം. നിങ്ങൾ അത്രേ ചെയ്യേണ്ടൂ.